നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ അധികരിപ്പിച്ചു തരുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അവിടെ അധികരിപ്പിച്ചു തരുന്നല്ല, അധികരിപ്പിച്ചു തരിക തന്നെ ചെയ്യുമെന്നാണ്. ഐ വിൽ ഷുവർലി ഗിവ് യു, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ നൽകുമെന്നാണ്. എന്ന് വെച്ചാൽ അള്ളാഹു അചഞ്ചലമായിട്ട് പറയാണ്, സംശയദൃഷ്ടിയില്ലാതെ പറയാണ്, ഞാൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ലഇൻ ശക്കർതും ലഅസീദന്നകും, ലാ ഇപ്പുറത്തും നൂൻ ഇപ്പുറത്തുമാണ്. അഥവാ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നൽകുമെന്നാണ്. ഇതിൽ എത്ര പേരുണ്ട്? ഇപ്പൊ ഇവിടെ പാലിയേറ്റീവിന്റെ സംഘമാണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും ഈ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇതുവരേക്കും കിഡ്നിയുടെ തകരാറ് തരാതെ എന്നെ കാത്ത തമ്പുരാനെ, നിനക്കാണ് സർവസ്തുതിയും എന്ന് ഇവിടെ എത്ര ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും? ഞാൻ വെറുതെ ചോദിക്കാൻ വേണ്ടി ചോദിക്കല്ല. ദീൻ എന്ന് പറഞ്ഞാൽ ശുക്രാണ്. ശുക്ർ ചെയ്ത് കഴിഞ്ഞാൽ അധികമൊന്നും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരില്ല. ഞാൻ പറഞ്ഞ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ വാക്കാണ്. ശരിക്കും ശുക്ർ ചെയ്ത് കഴിഞ്ഞാൽ അധികമൊന്നും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരില്ല. കാരണം കിഡ്നിയുടെ രോഗം വന്നിട്ട് ഇപ്പൊ ഡോക്ടേഴ്സിനൊക്കെ ചോദിച്ചാൽ അറിയാം, കുട്ടികൾക്ക് വരെ കിഡ്നി ഡിസീസാണ്. എത്ര പേര് ഒരു ശുക്രിന്റെ സുജൂദിൽ കിടന്നിട്ട് 46 വയസ്സ് വരേക്കും, എന്റെ വയസ്സ് 46ആണ്, 46 വയസ്സ് വരേക്കും കിഡ്നിക്ക് യാതൊരു തകരാറും തരാത്ത തമ്പുരാനെ, നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ?